കുതന്ത്രതന്ത്ര മന്ത്രമൊന്നും അറിയില്ലടാ, കുടിച്ച കള്ള് കള്ളമൊന്നും പറയില്ലടാ. ഇങ്ങനെ പാടി പാട്ടുകേട്ടവരുടെ വിശ്വാസം നേടിയ വേടൻ, ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരുടെ മാതൃകയെന്ന് അവർ കരുതിയ വേടൻ, പക്ഷേ പറഞ്ഞതും ഉപദേശിച്ചതുമൊക്കെ നേർവിപരീതമായി മാറുന്നു. വരികളും താളബോധവും സിരകളിലേക്ക് കയറ്റുന്നതിൽ വേടനോളം മറ്റൊരാൾ സമീപകാലത്തുണ്ടായിട്ടില്ല. വേടനോളം വേദികളിൽ ആവേശം നിറച്ച യുവതലമുറയെ ത്രസിപ്പിച്ച വേറെ ആരുണ്ട്? വേദികളിൽ രാസലഹരിക്കെതിരെ തൻ്റെ ആരാധകരോട് സംസാരിച്ച് അവരുടെ ആരാധനയോടുള്ള കയ്യടി വാങ്ങിയ വേടൻ, പക്ഷേ താൻ ലഹരി ഉപയോഗിക്കുന്ന ആളാണെന്ന് ഇന്ന് തുറന്ന് സമ്മതിക്കേണ്ടി വന്നു. ഷൈൻ ടോം ചാക്കോയിലും ശ്രീനാഥ് ഭാസിയിലും തുടങ്ങിയ ലഹരി വേട്ട ദാ ഇപ്പോൾ പുതിയ സെൻസേഷനായ വേടനിലെത്തി നിൽക്കുന്നു. പക്ഷേ വേടനെ തൊട്ടപ്പോൾ എന്തുകൊണ്ടാണ് സമൂഹത്തിലെ ഒരു വിഭാഗം അതിൽ സംശയം കാണുന്നത്? വേടൻ്റെ അറസ്റ്റിലും കസ്റ്റഡിയിലും എങ്ങനെയാണ് പെട്ടെന്ന് ഇരവാദമുയരുന്നത്? കറുപ്പിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ചും കേസുകളിലെ ജാതി പ്രിവിലേജിനെക്കുറിച്ചും ചർച്ചകൾ ഉണ്ടാകുന്നത്. വെളുത്ത ദൈവങ്ങൾക്കെതിരെയുള്ള പോരാട്ടം തുടരട്ടെ എന്ന് ചില മതനേതാക്കൾ ആശീർവദിക്കുന്നത്. കേരളത്തിലെ എല്ലാവരുടെയും സ്വന്തമായ മോഹൻലാൽ പെട്ടെന്ന് നായർ ബ്രാൻഡാകുന്നത്. ചില അഭിനവ സാമൂഹ്യ നവോത്ഥാന നായകരുടെ കടകം മറിച്ചിലെ സോഷ്യൽ മീഡിയ പോസ്റ്റ് പോലെ വേടൻ്റെ അറസ്റ്റിൽ ജാതിയാണോ പുളയ്ക്കുന്നത്? തെറ്റ് ചെയ്താൽ വേടൻ എന്നല്ല ആർക്കും ഇവിടെ ഒരു നിയമമല്ലേ ഉള്ളൂ. വേടനെ വെള്ളഭൂഷണോ